ഏപ്രിൽ 25, 2024. അനുജ് ഖുറാന എന്ന എൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അനുജിൻ്റെ വീടിൻ്റെ പിൻഭാഗത്തുള്ള ആപ്പിൾ തോട്ടത്തിലേക്ക് തുറന്നു കിടക്കുന്ന സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ ഞാൻ ആദ്യമായി ഇവിടെ എത്തിയതിനെക്കുറിച്ചാണ് എൻ്റെ ഓർമ്മകൾ പോകുന്നത്. ഏതാണ്ട് 8 വർഷങ്ങൾക്ക് മുമ്പ് 2016 ഒക്ടോബർ മാസത്തിലാണ് ഞാൻ ആദ്യമായി ഇവിടെ എത്തുന്നത്. ആ യാത്രയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ യാത്രയായിട്ട് ഞാൻ ഓർക്കുന്ന ഒരു യാത്രയെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എത്രമാത്രം സ്പെഷ്യലായിരുന്നു ആ യാത്രയെന്ന് മനസ്സിലാവുമല്ലോ. ആ യാത്രയെക്കുറിച്ച് ഉറപ്പായിട്ടും പറയാം. പക്ഷേ അതിനു മുമ്പ് ഇപ്പോഴത്തെ ഈ യാത്രയെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഈ യാത്ര തുടങ്ങുമ്പോൾ ഒരിക്കലും ഇത്തവണയോ വരുന്ന വർഷങ്ങളിലോ വരരുത് എന്ന് കരുതിയ അതേ സ്ഥലത്ത് തന്നെ അവിചാരിതമായി ഒരിക്കൽ കൂടി എത്തിയ കാര്യം പറഞ്ഞേ മതിയാവും. മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കസോളിനടുത്തുള്ള ഗ്രഹൺ എന്ന ഗ്രാമത്തിലേക്ക് പോകാനായി ബീറിൽ നിന്ന് ജോഗീന്ദർ നഗറിലേക്കും അവിടെ നിന്ന് മണ്ഡിയിലേക്കും മണ്ഡിയിൽ നിന്ന് ബുന്ദറിലേക്കുമുള്ള ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന ഒരു മാരത്തോൺ ബസ് യാത്രക്കിടയിലായിരുന്നു. ഗ്രഹണിൽ കുറച്ച് ആഴ്ചകൾ ചെലവഴിക്കാനായി ഇറങ്ങിയ ഞാൻ അവസാനം എത്തിച്ചേർന്നത് മണാലിയിലും. അതിനു മുമ്പ് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ഞാൻ ഹിമാലയത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ഹൈക്കുകളിലൊന്നിലായിരുന്നു. അന്ന് തന്നെ സഞ്ചാരികൾ അത്രയധികം കണ്ടെത്തിയിട്ടില്ലാത്ത ഹിമാലയത്തിലെ അപൂർവം ഗ്രാമങ്ങളിലൊന്നിലേക്കും ഞാൻ യാത്ര ചെയ്തു. ആ സമയം ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് 1 മാസത്തിലേറെയായി ഒരു ബുദ്ധിസ്റ്റ് മൊണസ്ട്രിയിലായിരുന്നു. ഞാൻ കഴിഞ്ഞ 30 ദിവസങ്ങളായിട്ട് താമസിക്കുന്നത് ഒരു ബുദ്ധിസ്റ്റ് മൊണസ്ട്രിയിലാണ്. എൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ മനോഹരമായ 30 ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയതെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഏതാണ്ട് 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ യാത്ര ആരംഭിക്കുന്നത്. ഇതിനു മുമ്പും എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ലോങ് ആയിട്ടുള്ള യാത്രകൾ ഉണ്ടായിട്ടുണ്ട്, മാസങ്ങൾ നീണ്ടിട്ടുള്ള യാത്രകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ഇത്തവണ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യാത്ര എനിക്ക് പൂർണ്ണമായിട്ട് വീഡിയോഗ്രാഫി ചെയ്യണം, ഒരു വീഡിയോ ജേർണലായിട്ട് ഇത് സൂക്ഷിക്കാൻ കഴിയണം എന്ന് പറയുന്നൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ 3 മാസത്തെ യാത്രയിലെ ഏറ്റവും മനോഹരമായ എൻ്റെ മൊമെൻറ്റുകളെല്ലാം ക്യാപ്ചർ ചെയ്താണ് ഞാൻ യാത്ര ചെയ്തത്. ഈ യാത്രയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടായി. പുതിയതായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ സാധിച്ചു. പക്ഷേ പ്രധാനമായിട്ടും ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ജോലിയായിട്ട് ബന്ധപ്പെട്ട ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതിയിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ജോലി, ഞാൻ എന്ത് ജോലിയാണോ ചെയ്യാൻ വന്നത് അതെനിക്ക് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കണം എന്ന് പറയുന്നൊരു കാര്യമായിരുന്നു. അത് ഇതുവരെ എനിക്ക് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പലപ്പോഴും ഇതുവരെയുള്ള എൻ്റെ യാത്രകളിൽ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നീണ്ട യാത്രകൾ പലതും ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യാതിരിക്കാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഞാൻ കാണുന്ന കാഴ്ചകൾക്കും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന അനുഭവങ്ങൾക്കും ഇടയിൽ ഒരു ക്യാമറയുടെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവരുത്. അതുപോലെ തന്നെ നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടൻറ്റിന് വേണ്ടി മാത്രമായിരിക്കും പലപ്പോഴും നമ്മളുടെ കണ്ണ് പോകുക. നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ മാത്രമായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ജോലിയായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ കോൺസ്റ്റൻ്റായിട്ട് വീഡിയോസ് റെക്കോർഡ് ചെയ്യാനും അതുപോലെ തന്നെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ എൻ്റെ ഈ യാത്രയിൽ കൂടുതൽ സമയവും എൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ചിലവഴിച്ചിട്ടുള്ളത്. എൻ്റെ ദിവസങ്ങൾ കൂടുതലും ഇപ്പോൾ ഈ 3 മാസങ്ങളിൽ ഏതാണ്ട് 100 ദിവസമാവുന്നു. ഈ 100 ദിവസങ്ങളിൽ കൂടുതൽ മണിക്കൂറുകളും എൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ ചിലവഴിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനിടയിൽ പലപ്പോഴും ഞാൻ ചെറിയ ബ്രേക്കുകൾ എനിക്ക് വേണ്ടി കണ്ടെത്തിയ സമയങ്ങളിൽ ഞാൻ കണ്ട കാഴ്ചകൾ, എനിക്കുണ്ടായ അനുഭവങ്ങൾ, ഞാൻ കഴിച്ച ഭക്ഷണം, ഒരുപാട് വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റിയൊരു യാത്രയായിരുന്നു ഇത്. പിന്നെ കുറേ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തു, കുറേ പുതിയ അനുഭവങ്ങൾ കിട്ടി. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചുരുക്കത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാവുന്ന രീതിയിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. റൈസ് ഇതാണോ ഞാൻ? ഹായ്, എൻ്റെ അമ്മേ,
ഇതിനൊക്കെ മുമ്പ് അത്യാവശ്യം നന്നായി വിൻ്ററിൻ്റെ തീക്ഷ്ണത അറിഞ്ഞ ഒരു ട്രക്കും ചെയ്തു. അവിടെയല്ലേ റോഡ്, മെയിൻ റോഡ് അല്ല, മറ്റേ ആ സ്ഥലത്തോണ്ട. പിന്നെ വേണം അവർ പോ. വാ, ലക്നൗ ഗലവട്ടി കബാബ്. ഇത് ലക്നൗവിലെ സ്പെഷ്യൽ സാധനമാണ്. ഇത് ബേസിക്കലി മറ്റ് കബാബുകളൊക്കെ നമ്മൾ ഇങ്ങനെ ഷീ കബാബുകളാണല്ലോ, അത് ഗ്രില്ല് ചെയ്തിട്ട് വരുന്നതാണ്. ഇത് ഫ്രൈ ചെയ്യുന്ന കബാബാണ്. സാഫ്രൻ ഇട്ടിട്ടുള്ള ചായട്ടുപ്പട. റബഡി വേണോ? റബഡി എന്താണ് സാധനം? റബഡി അതാണ്, രസ്മലായി ഉണ്ട്. പുരാനി ദില്ലിയുടെ തെരുവുകളിലൂടെ മുഗളായി സ്വാദുകൾ തേടിയായിരുന്നു നടന്നതെങ്കിൽ ടിബറ്റിൻ്റെ രുചികൾ അറിഞ്ഞ് ഇന്ത്യയുടെ മിനി ടിബറ്റിൽ കുറച്ചു കാലം കഴിഞ്ഞു. അങ്ങനെ ഒരുപാടുണ്ട് ഈ യാത്രയിൽ അനുഭവങ്ങൾ പങ്കുവെക്കാൻ. എന്തായാലും ഇതെല്ലാം തുടങ്ങിയ ദിവസത്തിലേക്ക് തന്നെ പോവാം. ജനുവരി 31, 2024. പുനലൂരിലെ എൻ്റെ വീട്ടിൽ ഒരുപക്ഷെ ഏതാണ്ട് കുറേ മാസങ്ങൾ അടുപ്പിച്ച് താമസിക്കുന്നത് കോവിഡിനൊക്കെ മുമ്പ് 2019 തോന്നുന്നു. പുനലൂരിലെ വീട്ടിൽ നിന്നും ശ്യാമനും അമ്മയ്ക്കൊപ്പം ഞാൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്കുള്ള ട്രെയിൻ കയറുമ്പോൾ എനിക്കറിയാവുന്ന 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇതൊരു നീണ്ട യാത്രയായിരിക്കും. എൻ്റെ എല്ലാ യാത്രകളും പോലെ ആദ്യം മനസ്സിലുണ്ടായിരിക്കുന്ന പദ്ധതികൾക്കെല്ലാം വിഭിന്നമായി അവിചാരിതമായ ഒരുപാട് കൂടിക്കാഴ്ചകളും പുതിയതും പഴയതുമായ ഒരുപാട് വഴികളുമാണ് എന്നെ കാത്തിരിക്കുന്നത് എന്നെനിക്കറിയാമായിരുന്നു. എങ്കിലും ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം ഞാൻ കരുതിയതിലും എത്രയോ വിചിത്രമായിരുന്നു ഈ യാത്രയെന്ന്. രണ്ട്, എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ഡിഫൈനിങ് ആയിട്ടുള്ള യാത്രകളിലൊന്നായിരിക്കും ഇത്. ഈ ഹോട്ടലിനെ കുറിച്ച് പ്രധാനമായിട്ട് പറയപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഒരേ സ്വാദിൽ ഭക്ഷണം വിളമ്പുന്ന ഒരു ഹോട്ടലാണെന്നാണ് പറയപ്പെടുന്നത്. വളരെയധികം ഓർമ്മകളുള്ളൊരു ടെറസാണ് ഈ ടെറസ്. ഞാൻ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാറുണ്ടായിരുന്നു, വെയിൽ കായാൻ ഇവിടെ വന്നിരിക്കാറുണ്ടായിരുന്നു. മലയാളത്തിൽ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ച എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അത്തരത്തിലൊരു കാഴ്ചയാണ് ഈ നീല നിറത്തിൽ ഒഴുകുന്ന, നീലയും പച്ചയും ചേർന്ന നിറത്തിൽ ഒഴുകുന്ന ഗംഗയുടെ കാഴ്ച. പകുതി വഴി വന്നിട്ട് ഈ വെള്ളച്ചാട്ടം കാണുന്നില്ല എന്ന് തീരുമാനിച്ച് തിരിച്ചടക്കാണ്. വേറൊന്നും കൊണ്ടല്ല, ഈ വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു വന്ന വഴിയിലെ വേസ്റ്റുകൾ, ഈ വൃത്തിയില്ലായ്മ കണ്ടിട്ട് തന്നെയാണ്. ശരിക്കും ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ഇത്രയും മനോഹരമായൊരു സ്ഥലം ഇത്ര വൃത്തികേടായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. എന്നോട് ചോദിച്ചാൽ രണ്ടും കൂടെ ഒരു 1000-800 കിട്ടുമെന്നല്ലേ ചോദിച്ചാൽ, തെറ്റാക്കി തന്നില്ലേ? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടേക്ക് ഒരിക്കലും വരരുത് എന്നാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. കാരണം കഴിഞ്ഞ 4 ദിവസങ്ങൾ അത്യാവശ്യം നല്ല ദുരിതം പിടിച്ച 4 ദിവസങ്ങളായിരുന്നു. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് അടുത്ത 2 ദിവസം വേറൊരു ഹോസ്റ്റലിലേക്ക് മാറാനോ വേറൊരു റൂം കണ്ടുപിടിക്കാനോ ഞങ്ങൾക്ക് പറ്റിയതുമില്ല. ഇതിനിടയ്ക്ക് ഞങ്ങൾ ട്രക്കിങ്ങിന് പോവുകയും ചെയ്തു. സർപ്രൈസിംഗ്ലി പീസ്ഫുള്ളാണ്. സാറിന് നമ്മളിങ്ങനെ സ്ഥലങ്ങൾ പോയത് ടൂറിസ്റ്റുകളുണ്ട്, അതിൻ്റെ കടകളുണ്ട്, കാര്യങ്ങളുണ്ട്, അവിടെയൊക്കെ ഒരു കയോസും കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ സർപ്രൈസിംഗ്ലി ഭയങ്കര പീസ്ഫുൾ. എനിക്ക് തോന്നുന്നു അത് ഇപ്പോൾ ഓഫ് സീസൺ കൂടെ ആണ്, അതൊരു കാരണമാണ്. ഇപ്പം നമ്മൾ സൺഡേ അന്ന് മാർക്കറ്റിൽ ഇറങ്ങിയ ദിവസമാണ്. അത്യാവശ്യം നല്ല കയോസ് ടൗണിലുണ്ടായിരുന്നു. എന്നാൽ പോലും ടൗണിൽ നിന്ന് പുറത്ത് നമുക്ക് ഒരുപാട് എന്താ പറയുക
ഐലൻഡ്സ് ഓഫ് പീസ് എന്ന് പറയുന്ന ഈ സ്ഥലങ്ങളാണ്. ചെറിയ റെസ്റ്റോറൻറ്റുകൾ വൻ ഒരു രക്ഷയില്ല കേട്ടോ. അതെ അതെ. ചെറിയ ചെറിയ നമുക്ക് 3 പേർക്ക് 4 പേർക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതൊരു എങ്ങനെ പറയുന്നത്, പെട്ടെന്ന് തണുപ്പ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ എൻ്റെ വാച്ച് മെറ്റാലിക് ആയതുകൊണ്ട് ഞാൻ വാച്ച് ഊരുവാണ്. നമ്മുടെ ഇങ്ങനത്തെ സമയങ്ങളിൽ നമ്മുടെ ബോഡിയായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് മെറ്റാലിക് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒന്നും വെക്കാൻ പാടില്ല. അത്യാവശ്യം നന്നായിട്ട് തണുപ്പ് കയറുന്നുണ്ട്, വെയിൽ നന്നായിട്ട് കുറഞ്ഞും വരുന്നുണ്ട്.